ഗവൺമെൻറ് സ്കൂളിലൊക്കെ ചിലർക്ക് മുസ്ലിം സ്കൂളെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ സർക്കാർ ഇനി മെയിൽ അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. ഇനി ഒരു സ്കൂളിലും അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് ഗവൺമെൻറ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം സ്കൂളുകളുണ്ട് പേരിട്ടിട്ടുണ്ട്. ഗവൺമെൻറ് സ്കൂൾ മലപ്പുറത്തൊക്കെ പല സ്കൂളുകളിലും ഗവൺമെൻറ് മുസ്ലിം സ്കൂൾ എന്ന് എഴുതിയിട്ടുണ്ട്, സർക്കാർ മുസ്ലിം സ്കൂൾ. ഇനി അങ്ങനെ പുതിയ സ്കൂളുകളിലൊന്നും അങ്ങനെ പേരിടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ 50% കൂടി മുസ്ലിങ്ങളുടെ. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംസാൻ നോയമ്പിന്റെ സമയത്ത് അവർക്ക് പ്രത്യേക അവധിയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്കൂളുകളോ അതിനെക്കുറിച്ചൊന്നും സർക്കാർ പറഞ്ഞു ഇനി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക അവധി എന്ന് പറയുന്നത് എങ്ങനെയാണ്? റംസാൻ മാസത്തിൽ അതെങ്ങനെയാണ് അവധി? അവർക്ക് പ്രത്യേക അവധിയാണ്. അവധി സ്കൂൾ സമയമൊക്കെ വ്യത്യാസമാണ്. അതെ, ഗവൺമെന്റ് സ്കൂൾസ് മുസ്ലിം സ്കൂൾ 50% കൂടുതൽ മുസ്ലിംസ് ഉള്ളിടത്തൊക്കെ പലയിടത്തും മുസ്ലിം സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 50% കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികളുള്ള സർക്കാർ സ്കൂളുകളിൽ വേറെ സമയമാണോ? എന്താ 50% കൂടുതൽ മുസ്ലിം സ്കൂളുകൾക്ക് ചില സർക്കാർ സ്കൂളുകളിൽ വ്യത്യാസ സമയമാണ്. അത് നിങ്ങൾ പഠിക്കണം. നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പ്രത്യേക സമയമുണ്ട്. അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. പേരിടുന്നത് ഇപ്പോൾ സർക്കാർ സ്കൂളാണ്. അവിടെ ഹിന്ദുക്കളും പഠിക്കുന്നുണ്ട്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പഠിക്കുന്നുണ്ട്. പക്ഷേ പഠിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ മുസ്ലിം സ്കൂളിലാണെന്ന് പറയും. മുസ്ലിം സ്കൂളെന്ന് മുസ്ലിം പ്രൈവറ്റ് സ്കൂളൊന്നുമല്ല. ഇപ്പം ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളെന്ന് എന്തെങ്കിലും കാണും. പക്ഷേ ഇത് ഗവൺമെൻറ് സ്കൂളാണ്. ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം മാത്രമാണ് തോന്നല് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ മിക്കവാറും അങ്ങനെയുള്ള സ്കൂളുകൾ മിക്കവാറും 80% മുസ്ലിം കുട്ടികളാണ്. മലപ്പുറത്തൊക്കെ കാരണം ആ ഭാഗത്തതേ ഉള്ളൂ, ചേർക്കാഞ്ഞിട്ടല്ല, ആ ഭാഗത്ത് അവരേ ഉള്ളൂ. ഇപ്പം രാവിലെ പോകുമ്പോൾ ഇപ്പം പണ്ടൊക്കെ ഒരു മുസ്ലിം കുട്ടിയെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് തിരിച്ചറിയാം. കാരണം വേഷവിധാനത്തിൽ വെച്ച് ആൺപിള്ളേർക്ക് പോലും വ്യത്യാസം. ഇപ്പം ആൺപിള്ളേർ പോലും തൊപ്പി വെച്ചുകൊണ്ടാണ് സ്കൂളിൽ പോകണേ. പണ്ടങ്ങനൊന്നും ഇല്ലായിരുന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മുടെ വീടുകളിൽ അവർ വരും, അവരുടെ വീടുകളിൽ നമ്മൾ പോകും, ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇപ്പോൾ ആ ഫണ്ടമെൻ്റലിസം ഒത്തിരി. അത് വേറൊരു കാര്യമുണ്ട്. ഹിന്ദുക്കളാണെങ്കിലും ഈ ചുമന്ന പോയിട്ട് വരുന്ന ഒത്തിരി പേര് വ്യത്യാസമുണ്ട്. കുരിശുമാല പുറത്തിട്ട് വരുന്നവരുണ്ട്. ഈ എക്സിബിഷനിസം ഒത്തിരി വരുന്നവരുണ്ട്. അവരവരുടെ വിശ്വാസം അവരുടെ ഉള്ളിലിരുന്നാൽ പോലെ. ഈ മൈനോറിറ്റി എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളാണ് ഈ ന്യൂനപക്ഷത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചെടുക്കുന്നത് തോന്നുന്നുണ്ട്. ക്രിസ്ത്യൻ ക്രൈസ്തവരും അവർക്ക് ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസ് പല ഡിനോമിനേഷനായിട്ട് കഴിഞ്ഞ് പല രീതിയിലാണ് പോണേ. അവർക്ക് ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ട്, നമ്പറുണ്ട്, 26 പേരുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും ക്ലെയിം ചെയ്താൽ സർക്കാർ അത് ഗവനിക്കാതിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്ത്യൻസ് ഇപ്പം തന്നെ ഓരോ സഭയിലും ഓരോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അതിൽ തന്നെ പിന്നെയും വ്യത്യാസങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഓർത്തഡോക്സും യാക്കോബായും തമ്മിൽ ഒരു സഭയായിരുന്നു. ഇപ്പോൾ രണ്ടായിട്ട് വന്നിട്ട് കേസും വഴക്ക് നടക്കുന്നില്ല. സീറോ മലബാർ സഭയെ വഴക്കുന്നുണ്ട്. എല്ലായിടത്തും വ്യത്യസ്തമായ രീതികളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരു ഐക്യമില്ലാതെ പോകുന്നതുകൊണ്ട് ഒരു മൈനോറിറ്റി ക്ലെയിം അങ്ങനെ പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പോലെ കുറച്ചുകൂടി ഐക്യം അല്ലെങ്കിൽ ഒരു സിംഗിൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ബാർഗെയിനിങ് കപ്പാസിറ്റി ഇതില്ല. ബാർഗെയിനിങ് ആയിട്ട് ഒരു സ്ട്രെങ്ത് വളരെ കുറവാണ്. ഈ വലിയ പത്രപ്രസ്താവന നടത്താമെന്നുള്ളതല്ലാതെ റിയൽ ബാർഗെയിനിങ് ഇത് ഇല്ല. അത് വേറൊരു പ്രശ്നമാണ്. ഇപ്പം തന്നെ വേറൊരു വലിയ പ്രശ്നം പട്ടയത്തിൻ്റെ പ്രശ്നമാണ്. തീരദേശത്ത് ആൾക്കാരെ കുടിയൊഴിപ്പിക്കുകയാണ്. അവർക്ക് 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? 3 ലക്ഷം രൂപ കൊടുത്ത സ്ഥലം കിട്ടും, വീട് വെക്കണം. ഇപ്പം തിരുവനന്തപുരത്തെ മാത്രം എടുത്ത് നോക്കാം. അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് തുമ്പ. അവരൊഴിഞ്ഞു, കോമ്പൻസേഷൻ കിട്ടി, അവർ പോയി. അത് കഴിഞ്ഞിട്ട് എയർപോർട്ട്, ഡിഫൻസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പിന്നെ ഇപ്പം തുറമുഖം, ഇതെല്ലാം വന്ന് അവർ അവിടെ നിന്നെല്ലാം കുടിയൊഴിപ്പിക്കുന്നു. അതുകൂടാതെ ഇപ്പം തീരദേശത്തു നിന്ന് എല്ലാവരും മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും ഒഴിപ്പിക്കാം. അപ്പോൾ അവർ ആ തിരുവനന്തപുരത്തെങ്ങാനും ഒരു സ്ഥലം വാങ്ങിക്കണമെങ്കിൽ 1 സെൻറ്റ് സ്ഥലത്തിന് 3 ലക്ഷം രൂപയിലും കിട്ടും. ആകെ 3 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ വന്ന് പിന്നെ അല്ലാത്തവർക്ക് വീട് വെക്കാൻ പിന്നെ പട്ടയം കിട്ടുന്നില്ല. അല്ലാതെങ്കിലും വാങ്ങിച്ച് ഇവിടെ മുകളിൽ പട്ടയം കിട്ടുന്നില്ല. അതൊക്കെ അവരുടെ ഒരു വലിയ പ്രശ്നങ്ങളാണ്.
കുട്ടനാട്ടിലോ പ്രശ്നങ്ങളുണ്ട്. കുട്ടനാട്ടിലൊക്കെ പണ്ട് പിന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ കൊയ്ത്തെടുത്ത് വരികയായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ കൊയ്ത്ത് മെതിക്കാനുമായിട്ടൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അത് ഇച്ചിരി ഉയർന്ന സ്ഥലമായിരിക്കും. ഇപ്പം ഈ മെതിയന്ത്രവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉയർന്ന സ്ഥലത്ത് വീടുകൾ വെച്ചു. പക്ഷെ വീടിന് പട്ടയമില്ല. ഇപ്പം ചമ്പക്കുളത്തൊരു പള്ളിയുണ്ട്, പഴയ പള്ളിയാണ്, 200-300 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ്. അവിടെ 10-100 കൊല്ലം പഴക്കമുള്ള സ്കൂളുണ്ട്, അത് എയ്ഡഡാക്കിയിട്ടുണ്ട്. അവിടെ ഹയർ സെക്കൻഡറി ആക്കി. നാനാജാതി കുട്ടനാട്ടിലെ ഏറ്റവും വലിയ സ്കൂളത്. പക്ഷെ അവർക്ക് പട്ടയമില്ല. പട്ടയമില്ലാത്തതുകൊണ്ട് നല്ലൊരു കെട്ടിടം വെക്കാനോ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ പട്ടയം ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് കൈവശമിരിക്കുന്ന പൊതു ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെങ്കിലും പട്ടയം കൊടുക്കണം. അത് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ തീരദേശത്തൊക്കെ ഉള്ളവർക്ക് നീന്തൽ പരിശീലനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർക്കതിന് പ്രത്യേക കഴിവാണ്. കാരണം ദേ ആർ ട്രെയിൻഡ് ആൻഡ് ജീൻ അനുസരിച്ച് തന്നെ അതിന് മാറിയിട്ടുണ്ട് അവർക്ക്. പിന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ മുസ്ലിംസ് നടത്തുന്ന യത്തീം ഖാനയിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതേ സ്കോളർഷിപ്പ് ക്രിസ്ത്യൻസിന്റെ ഓർഫനേജസിലും കൊടുക്കണമെന്നൊരു റെക്കമെൻഡേഷൻ. സ്കോളർഷിപ്പ് അത് കൊടുക്കുകയെന്ന് വെച്ചാൽ റേഷൻ എണ്ണം അനുസരിച്ച് കൊടുക്കണം. ഓരോ വ്യത്യാസമൊന്നും പാടില്ലാതെ ഓർഫനേജിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എണ്ണം അനുസരിച്ച് കൊടുക്കണം. അല്ല, ഇപ്പോൾ ഓർഫനേജിലെ കുട്ടികൾക്ക് ആ യത്തീംഖാനയിലെ കുട്ടികളുടെ സ്കോളർഷിപ്പ് കിട്ടുന്നില്ല എന്നാണോ? ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് ചിലയിടത്ത് കംപ്ലൈൻ്റ് ഉണ്ട്. എണ്ണം അനുസരിച്ച് റേഷൻ പോലും കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻ്റ് ഉണ്ട്. അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ഈ ഓർഫനേജ് സംബന്ധിച്ച് കംപ്ലൈൻറ്റുകൾ പലതുണ്ട്. ഈ മുസ്ലിം ഓർഫനേജുകളെ കുറിച്ച് ആർക്കും പോയി പരിശോധിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് നടത്തുന്ന ഒരു കോൺവെൻറ്റിൽ മറ്റുള്ള സമുദായത്തിൽ നിന്ന് ആർക്കും പോയി പരിശോധിക്കാനോ ഒക്കെ പറ്റുന്നില്ല. ഇന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ എല്ലാവർക്കും വേണമെങ്കിലും കയറാം. പള്ളിയിലാണെങ്കിലും ആർക്കും വേണമെങ്കിലും പള്ളി വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രം എല്ലാവർക്കും വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം. എത്രയോ ആൾക്കാരല്ലാതെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ അമ്പലത്തിൽ ക്രിസ്ത്യാനികൾക്കും പോയി പ്രാർത്ഥിക്കാൻ വന്നാൽ ഒത്തിരി ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളായിട്ട് മാറും. കാരണം പഴയ രീതി മനസ്സിൽ ഉള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ. അപ്പോൾ ഈ ഓരോരോ നാട്ടിൻപുറത്തും ഓരോ ഭഗവാനെക്കുറിച്ചും ഭഗവതിയെക്കുറിച്ചൊക്കെ പല കഥകളുണ്ട്. ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോയാൽ കുറേശ്ശെ അങ്ങോട്ട് പോകും മനുഷ്യർ. സർ, ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞിരിക്കുന്നത് ഈ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ കേറ്റഡ് പോലത്തെ ഈ അതിൻ്റെ മാർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മാർക്ക്, അപ്പോൾ എല്ലാവർക്കും ഒരേ പാസ് പെർസെൻറ്റേജ് വേണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ. അത് അങ്ങനെയല്ലേ ഇപ്പം ചില സമുദായങ്ങൾ? അപ്പോൾ അധ്യാപകരിൽ ഈ സെറ്റിലും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ, സെറ്റ് പരീക്ഷയ്ക്കും അങ്ങനെയൊക്കെയുള്ള ക്വാളിഫയിങ് പരീക്ഷയ്ക്ക് വ്യത്യസ്തമായ മാർക്കാണ്. SC/STക്ക് 40% മതി, ഈഴവർക്ക് OBCക്കാർക്ക് ഇന്നത് മതി, മറ്റാർക്ക് വേറെ പെർസെൻറ്റേജ്. അങ്ങനെ വരുമ്പം ഈ റിസർവേഷൻ തന്നെ ഉള്ളവർക്ക് ജോലി കിട്ടത്തുള്ളൂ. അതിന് മുമ്പ് ഇതിലും കൂടെ ഒരു റിസർവേഷൻ വരുമ്പോഴത്തേക്ക് ഇവരുടെ കഴിവ് തീരെ അവഗണിക്കപ്പെടുന്നു ഒരിതുണ്ട്. അത് മാർക്ക് ക്വാളിഫയിങ് മാർക്ക് ഒന്നാക്കണം. കാരണം SSLCക്ക് മാർക്ക് എല്ലാവർക്കും ഒന്നുപോലെയല്ലേ, അതുപോലെ ഒന്നാക്കണം. പിന്നെ ജോലിക്ക് റിസർവേഷൻ ആയിക്കോട്ടെ, അതൊരു വേറെ റെക്കമെൻഡേഷനാണ്. ക്വാളിറ്റിനെ അഫക്റ്റ് ചെയ്യും, ക്വാളിറ്റി അഫക്റ്റ് ചെയ്യും. നല്ല ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാകും. അത് വേറൊരു പ്രശ്നമുണ്ട്. ക്വാളിറ്റി എന്ന് പറയുന്ന പലതും നോക്കേണ്ട കാര്യമുണ്ട്. സാർ, ഈ റീസെൻ്റ്ലി ഗവൺമെൻറ് ഈ പെന്തക്കോസ്റ്റൽ ഡിനോമിനേഷൻസിനെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്യും ഈ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ്സിനെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തല്ലോ കഴിഞ്ഞ? ഇതിപ്പോഴല്ല, 2021 നോട്ടിഫിക്കേഷൻ പാസ്സായിട്ടുണ്ട് പെന്തക്കോസ്തുകാരെ ക്രിസ്ത്യാനിയായിട്ട് കൂട്ടിക്കൊണ്ട്. അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ്സിന്. EFS ഇപ്പമല്ല, അത് നേരത്തെ തീരുമാനിച്ചാണ്. EFS എക്കണോമിക്കലി ബാക്ക്വേർഡ് ബെനിഫിറ്റ്സ് കിട്ടുമല്ലോ. റിസർവേഷൻ ഇല്ലാത്ത കമ്മ്യൂണിറ്റി, പെന്തക്കോസ്റ്റൽ റിസർവേഷൻ ഇല്ലാത്ത ആൾക്കാർക്കുണ്ട്, അവർക്ക് ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടും. അത് 2021 തന്നെ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോഴല്ല. പിന്നെ പെന്തക്കോസ്റ്റൽ സഭകളെ, ബ്രദറൻ സഭകളെ, അതിനകത്ത് ബ്രദറൻ സഭകൾക്ക് കൊടുക്കുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരാതി തന്നു. അപ്പോൾ ഞങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്
ബ്രദർ സഭയല്ല ബ്രദർ ആൻഡ് സഭയാണ് എന്നും പറഞ്ഞുകൊണ്ട് അല്ല ഏതായാലും ശരി തന്നെ ഇങ്ങനെ കമ്മീഷൻ ഉണ്ടാക്കി ഇപ്പോൾ സർക്കാർ അത് കമ്മീഷൻ ഉണ്ടാക്കി കമ്മീഷൻ്റെ സമയത്ത് നമ്മൾ ചോദിച്ചതിനൊക്കെ മറുപടി തന്നിട്ടുണ്ട്. വളരെ ക്ലിയറായിട്ട് ഓരോന്നിനും തന്നിട്ടുണ്ട്. ഗവൺമെൻറ് സെക്രട്ടറീസ് എല്ലാം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഗവൺമെന്റിന്റെ എല്ലാം ജാതിമത ഭേദമന്യേ എല്ലാ ഗവൺമെൻറ് ഓഫീസേഴ്സും കോപ്പറേറ്റ് ചെയ്യും. ചോദിച്ചതൊക്കെ മറുപടി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റീസും കമ്മീഷന് പ്രവർത്തിക്കാൻ തന്നിട്ടുണ്ട്. കമ്മീഷൻ്റെ എക്സ്പെൻസിനും സ്റ്റാഫിൻ്റെ ശമ്പളമൊക്കെ അതാത് സമയത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്തുള്ള അത് സർക്കാരിൻ്റെ ചുമതലയാണ്. അത് നടപ്പാക്കേണ്ടത് അതിന് ബെനിഫിഷ്യറീസ് വേണം അതിന് പ്രഷർ ചെലുത്താനായിട്ട്. കമ്മീഷനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള ചുമതലയുള്ളൂ. ഞങ്ങൾ പഠിച്ച് ചെയ്ത് ഇത്രയും എഫേർട്ട് എടുത്തിട്ടുള്ള റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലെ റെക്കമെൻഡേഷൻസ് ആൾമോസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാന്നല്ലേ? അതെ, ഞങ്ങൾ ചെയ്തു. അത് ചെയ്യേണ്ട ചുമതല സർക്കാരിനാണ്. അത് ചെയ്തില്ലെങ്കിൽ നടപ്പാക്കേണ്ടത് അതിൻ്റെ ബെനിഫിഷ്യറീസാണ്. അവരാണ് അതിലെ പ്രഷർ ചെലുത്തേണ്ടത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ആ ഭാഗം ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിയില്ല, അത് എക്സിക്യൂഷൻ പാർട്ടിയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് വളരെ നിർബന്ധമുണ്ട്, ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി അഫക്റ്റ് ചെയ്യുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതെ, ക്രൈസ്തവർ ഒരുമിച്ച് നിന്നിട്ട് അവരുടെ ഏതെങ്കിലും പല 254 ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ചെയ്ത് നടപ്പാക്കിയില്ലെങ്കിൽ നടപ്പാക്കണമെന്ന് പ്രഷർ ചെലുത്തേണ്ടത് ചെയ്താണ്. പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ട് നടത്തുന്നുണ്ട്. പെന്തക്കോസ്ത് സഭകളും എല്ലാം ഉണ്ട്. അവർക്ക് വലിയ വേറൊരു പ്രശ്നം സെമിത്തേരിയം.